ബദരീങ്ങളുടെ ഒരു ദുആയുണ്ട്. ഈ ദുആ ചൊല്ലുന്ന ആളുകളുടെ കടങ്ങൾ തീരാനും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാനും മനപ്രയാസങ്ങൾ നീങ്ങാനും വലിയ ഹാജത്തുകൾ നിറവേറാനും അതുപോലെ തന്നെ രോഗശമനമുണ്ടാകാനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു ദുആ. ബദരീങ്ങളെ തവസ്സുലാക്കിയിട്ടുള്ള ഈ ഒരു ദുആ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതാണ് ഇന്നത്തെ രാത്രി നമുക്ക് ആ ദുആ ഒന്ന് ചെയ്യണം, ആ ദുആ ഒന്ന് ചൊല്ലണം, ആ ദുആ കൊണ്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം. മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളെ കൊണ്ട് വിജയിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഏതാണ് ആ പവർഫുള്ളായ ദുആ എന്നും ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ചൊല്ലാം, നമുക്ക് കൂടെ ചൊല്ലി ആമീൻ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റമളാനിൻ്റെ 17-ാം രാവ് നമുക്കൊക്കെ പ്രിയപ്പെട്ടൊരു രാവാണ്. കാരണം എന്തേ? ബദർ ദിനം, ബദർ മൗലിദ്, അതുപോലെ തന്നെ ബദരീയത്ത് തുടങ്ങി വ്യത്യസ്തങ്ങളായ സംഗതികളെ കൊണ്ട് നമ്മളുടെ വീടുകളും പള്ളികളുമൊക്കെ അലങ്കരിക്കപ്പെടുന്ന ദിവസം. എന്താണ് കാരണം? മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളെ സ്മരിക്കപ്പെടുകയാണ്. ബദറിൻ്റെ രണാങ്കണത്തിൽ ചോരയും മജ്ജയും മാംസവും ഒക്കെ സമർപ്പിക്കാൻ തയ്യാറായ ഒരു പറ്റം ആളുകൾ, ജീവൻ സമർപ്പിക്കാൻ തയ്യാറായ ഒരു പറ്റം സ്വഹാബത്ത്. ആ സ്വഹാബത്തിന് അള്ളാഹു കൊടുത്ത വലിയ വിജയത്തിൻ്റെ ആ ഒരു സന്തോഷം പങ്കിടലാണ് വിശുദ്ധമായ റമളാൻ്റെ എല്ലാ 17-നും നമ്മൾ നടത്തുന്നത്. ഇന്നത്തെ രാത്രി നമുക്ക് ചെയ്യാൻ പറ്റിയ മഹത്തായൊരു ദുആ ഞാൻ പറഞ്ഞുതരാം. പവർഫുള്ളായൊരു ദുആ. ഈ ഒരു ദുആ കൊണ്ട് നമ്മുടെ കടങ്ങൾ തീർന്നു കിട്ടാൻ, ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാൻ, സാമ്പത്തിക പുരോഗതി നിലനിന്ന് കിട്ടാൻ, അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾക്ക് എത്ര വലിയ മൂർച്ഛിച്ച രോഗമാണെങ്കിലും അത് ശിഫയായി കിട്ടാൻ, നമ്മുടെ കൽബിലുള്ള വലിയ മുറാദുകൾ പോലും ഹാജത്തായി കിട്ടാൻ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്ന മഹത്തായ ഒരു ദുആ ഇന്നത്തെ രാത്രി നമുക്കൊന്ന് ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കടങ്ങളുള്ളവരില്ലേ, പ്രയാസങ്ങളുള്ളവരില്ലേ, ബുദ്ധിമുട്ടുകളുള്ളവരില്ലേ, കൽബിൽ ഒരുപാട് മുറാദുകൾ കൊണ്ട് നടക്കുന്നവരില്ലേ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളുടെ പേരിലുള്ള ഈ ഒരു ദുആ ഒന്ന് ചൊല്ലുക. ഒരു വട്ടമെങ്കിലും ഒന്ന് കൈയുയർത്തിയിട്ട് ചോദിച്ച്, റബ്ബേ എൻ്റെ കാര്യങ്ങൾ നീ ഒന്ന് നടപ്പാക്കി തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ദുആഇനെ തട്ടിക്കളയൂല എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരണേ. ഏതാണ് ആ ദുആ? ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങളുടെ കൂടെ ചൊല്ലുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ എഴുതി വെക്കുകയോ ചെയ്താൽ നമുക്ക് എപ്പോഴും ദുആ ഇറക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഇത് ഇന്ന് മാത്രമല്ല, നമുക്ക് എപ്പോഴും ദുആ ഇറക്കാൻ പറ്റിയൊരു ദുആയാണ്, എപ്പോഴും ചെയ്യാൻ പറ്റിയൊരു ദുആയാണ്. ഇന്ന് മാത്രത്തേക്കുള്ളതല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി ചൊല്ലിക്കഴിഞ്ഞാൽ മഹാന്മാരായ സ്വഹാബുൽ ബദരീങ്ങളുടെ ഒരു ബറക്കത്തും അവരുടെ ഒരു കാവലും നമുക്ക് ലഭിക്കാൻ കാരണമായി തീരും. അല്ലാഹുമ്മ ഇന്നി അതവസ്സലു ഇലൈക ബി അഹ്ലി ബദരിൻ اللهم بحق أهل بدر اغفر لنا وارحمنا واقض حوائجنا وفرج كروبنا واشف مرضانا وارزقنا رزقا حلالا واسعا. കേട്ടോ എന്താണ് ദുആ? അല്ലാഹുമ്മ ഇന്നി അതവസ്സലു ഇലൈക ബി അഹ്ലി ബദരിൻ അല്ലാഹുമ്മ ബിഹഖി അഹ്ലി ബദരിൻ ഇഗ്ഫിർ ലനാ വർഹംനാ വഖ്ദി ഹവായിജനാ വഫർരിജ് കുറൂബനാ വശ്ഫി മർദാനാ വർസുഖ്നാ റിസ്ഖൻ ഹലാലൻ വാസിആ. അല്ലാഹുവേ ഇന്നി തവസ്സലു ഇലൈക ബി അഹ്ലി ബദരിൻ, അഹ്ലു ബദറിനെ കൊണ്ട് ഞാനിതാ നിന്നോട് തവസ്സുലാക്കുന്നു അല്ലാ. അഹ്ലു ബദറിനെ കൊണ്ട് തവസ്സുലാക്കി ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാ. അല്ലാഹുമ്മ ബി ഹഖി അഹ്ലി ബദരിൻ, അഹ്ലു ബദറിൻ്റെ ഹക്ക് കൊണ്ട്, ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് തേടുകയാണ് അല്ലാ. യഗ്ഫിർ ലനാ, ഞങ്ങൾക്കൊന്ന് പുറത്തു തരണേ അല്ലാ. വർഹംനാ, ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. വഖ്ദി ഹവായിജനാ, ഞങ്ങളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ച് നൽകണേ അല്ലാ. വഫർരിജ് കുറൂബനാ, ഞങ്ങളുടെ വിഷമങ്ങൾക്ക്, ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് നീ ഒരു തുറസ് നൽകണേ അല്ലാ. വശ്ഫി മർദാനാ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. വർസുഖ്നാ റിസ്ഖൻ ഹലാലൻ വാസിഅ, ഹലാലായ വിശാലമായ റിസ്ഖ് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇതാണ് ആ ചോദിക്കുന്നത്. ഇത് നല്ല നീയത്തോടു കൂടി ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇത് ചൊല്ലാൻ പറ്റുന്നത്? നമുക്ക് കടങ്ങൾ പേറി വിഷമിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കത് ചൊല്ലാം.
ആ കടങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ചൊല്ലാം. രണ്ടാമത് രോഗശാന്തിക്ക് വേണ്ടി ചൊല്ലാം. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ആ രോഗശമനത്തിന് വേണ്ടി ചൊല്ലാം. മൂന്നാമത് വലിയ ഹാജത്തുള്ളപ്പോൾ ചൊല്ലാം. നമ്മുടെ ഖൽബിൽ വലിയ വലിയ മുറാദുകളുള്ളപ്പോൾ ചൊല്ലാം. ഇത് റമളാനിലും റമളാൻ അല്ലാത്തപ്പോഴും ചൊല്ലാം. തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം നമുക്കിത് ചൊല്ലാം. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ സമയങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ, പാപങ്ങൾ പൊറുക്കാൻ, ആവശ്യ പൂർത്തീകരണം നടക്കാൻ, നമ്മുടെ രോഗങ്ങൾക്ക് ശമനം കിട്ടാനൊക്കെ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ ഈ ഒരു മഹത്തായ ദുആഇനെ നമുക്ക് ചൊല്ലാൻ കഴിയും. നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാകുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കാൻ കിട്ടുന്ന ഉപാധികളൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും മുൻപന്തിയിൽ വെക്കാൻ പറ്റിയ, ഏറ്റവും ടോപ്പായി വെക്കാൻ പറ്റിയ ഒരു പരിഹാര മാർഗ്ഗമാണ് ഈ മഹത്തായ ഒരു ദുആ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങൾ, അവരെ അഹ്ലു ബദർ എന്നാ വിളിക്കുക. അഹ്ലു ബദർ, ബദറിൻ്റെ അഹ്ലുകാർ. സ്വഹാബത്തിന് പ്രത്യേക പരിഗണന ഉണ്ടല്ലോ. നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടികളെ സൃഷ്ടിച്ചതിൽ ഏറ്റവും പവർഫുള്ളായ ഒരു വിഭാഗത്തെ അള്ളാഹു തിരഞ്ഞെടുത്തു. അവരാണ് മഹാന്മാരായ അമ്പിയാക്കൾ. ആ അമ്പിയാക്കളെ കഴിഞ്ഞപ്പോൾ പിന്നെ സൃഷ്ടികളിലേക്ക് നോക്കി ഏറ്റവും പവറുള്ള ഒരു ടീമിനെ എടുക്കാൻ ആ ടീമിനെ അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് മഹാന്മാരായ സ്വഹാബത്ത്. അതായത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നീട് റബ്ബ് ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകിയവർ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ സ്വഹാബത്താണ്, മുത്തുനബി തങ്ങളുടെ സ്വഹാബത്താണ്. ആ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പവറുള്ള സ്വഹാബത്ത്, ഏറ്റവും മഹത്വമുള്ള സ്വഹാബത്ത് മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളാണ്, അഹ്ലു ബദറാണ്, ബദറിൽ പങ്കെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മഹത്വം ഹദീസുകളിലും ഖുർആനുകളിലും പറയുന്നത് കാണാം. ഫഫ്അലൂ മാ ശിഅ്തും എന്ന് അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അവരിഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന്. അവർക്കിഷ്ടമുള്ളവർ ചെയ്തോട്ടെ എന്ന്. അവർ ഒരു ചോദ്യം പറച്ചിലുണ്ടാവില്ല എന്ന്. കാരണം അവർ നന്മയുടെ വഴിയിലല്ലാതെ പോകൂല എന്ന് അള്ളാഹുവിൻ റബ്ബിനറിയാം. അതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് അവർക്ക് അനുവാദം കൊടുത്തത് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസിലും കാണാം. മഹാന്മാരായ അസ്ഹാബുൽ ബദർ, ബദറിൽ പങ്കെടുത്ത ആളുകളെ പറ്റി അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. നിങ്ങൾക്ക് ഞാനിതാ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന്. എന്ത് ചെയ്താലും നിങ്ങൾക്കിതാ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളെ പറ്റി റബ്ബ് പറഞ്ഞതായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പരിചയപ്പെടുത്തിയതായി കാണാം. ഈ ബദരീങ്ങളുടെ പേരിൽ നമ്മളെപ്പോഴും യാസീൻ ഓതലും അതുപോലെ ബദരീങ്ങളുടെ പേരിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നിയ്യത്താക്കി ഹദിയ ചെയ്യലുമൊക്കെ നമുക്ക് അവരുടെ മദത് കിട്ടാനും അവരുടെ ഒരു പൊരുത്തം ലഭിക്കാനും അവരുടെ സഹായം കിട്ടാനും അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനും ഒക്കെ കാരണമായി തീരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഈ ചൊല്ലിത്തന്ന ദുആ മറക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രിയിലും അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും നമ്മളുടെ തഹജ്ജുദ് നിസ്കാരങ്ങൾക്ക് ശേഷവുമൊക്കെ പ്രയാസം വരുന്ന സമയത്ത് നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റിയ ഒരു ദുആയാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.